ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും പല സ്ട്രഗിൾസിലേക്ക് കൂടി നമ്മൾ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പലരെയും ജഡ്ജ് ചെയ്യും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിലിപ്പോൾ ചില ആൾക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഡിസ്കഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്, അവർക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നു, അങ്ങനെ ചെയ്തുകൂടായിരുന്നു, എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഗ്രാജുവലി എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ആരെയൊക്കെ എന്തൊക്കെ സിറ്റുവേഷൻസിന് ജഡ്ജ് ചെയ്തിട്ടുണ്ടോ അതിലേക്ക് കൂടി എല്ലാം ഞാൻ കടന്നു പോയിട്ടുണ്ട്. സത്യമായിട്ടും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഞാൻ തകർന്ന് താഴെ വീഴും. താഴെ വീണിട്ട് ഞാൻ അല്ലെങ്കിൽ ഈശ്വരൻ എങ്ങനെയാണ് ഞാൻ ഇത് കടന്നു പോവുക. എന്നാലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പണ്ട് ഞാൻ ഇവരെ ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈശ്വരൻ ഇപ്പൊ ഞാൻ അതിലേക്കൂടിയല്ലേ കടന്നു പോകുന്നു. എന്ത് ബുദ്ധിമുട്ടാണ് എനിക്കത് കടന്നു പോകാൻ തന്നെ. ഗാലറിയിൽ ഇരുന്ന് കളി കാണാൻ എല്ലാവർക്കും സുഖമാണ്. ആ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ഒന്ന് കളിച്ചു നോക്കണം, എന്ത് പാടുണ്ട്, എന്ത് സ്ട്രെസ് ഉണ്ട്. അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത മക്കൾക്ക് മാത്രമേ ആ അച്ഛനും അമ്മേന്റെയും വിലയും സ്നേഹമൊക്കെ മനസ്സിലാവും. അതിന് അച്ഛനും അമ്മേന്റെയും സ്നേഹവും പരിലാലനവും ഒക്കെ കിട്ടിയ മക്കൾക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഓരോ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ആൾക്കാരെ ജസ്റ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഞാനുണ്ട്